നമസ്കാരം. ഗൾഫ് വാർത്ത. ബിഗ് ടിക്കറ്റ് ബിഗ് വിൻ മത്സരത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഭാഗ്യശാലികൾക്ക് സമ്മാനം. സീരീസ് 272 നറുക്കെടുപ്പിലാണ് ബിഗ് വിൻ മത്സരത്തിലൂടെ 3,60,000 ദിർഹം സമ്മാനം സ്വന്തമാക്കിയത്. മലയാളിയായ റോബിൻ, കാനഡയിൽ നിന്നുള്ള 47 വയസ്സുകാരനായ സൗമു, ഇന്ത്യൻ പൗരനായ അക്ഷയ് ടണ്ടൻ, ബംഗ്ലാദേശിൽ നിന്നുള്ള ഡ്രൈവറായ മുഹമ്മദ് അബ്ദുൽ അസീസ് ജബാൽ എന്നിവരാണ് സമ്മാനാർഹരായ ഭാഗ്യശാലികൾ. കുവൈറ്റിൽ 2 തീപിടുത്തം. ഷുഹൈബ് വ്യവസായിക മേഖലയിലും ഫർവാനിയിലുമാണ് തീപിടുത്തമുണ്ടായത്. ഷുഹൈബിൽ ഒരു വാണിജ്യ സ്ഥാപനത്തിന് തീപിടിച്ചു. ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് സംഭവം. ഷുഹൈബ്, അൽ ഷഹീദ് മേഖലകളിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയതായി അധികൃതർ അറിയിച്ചു. ഏപ്രിൽ ആദ്യ വാരം മുതൽ വാരാന്ത്യങ്ങളിലും ഔദ്യോഗിക അവധി ദിവസങ്ങളിലും ഇന്റർ പാർട്ടിസിപ്പന്റ് പേയ്മെന്റുകൾക്കുള്ള ഓട്ടോമേറ്റഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, കുവൈറ്റ് ഇലക്ട്രോണിക് ചെക്ക് ക്ലിയറിംഗ് സിസ്റ്റം എന്നിവ പ്രവർത്തിപ്പിക്കാൻ സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈറ്റ് പ്രാദേശിക ബാങ്കുകൾക്ക് സർക്കുലർ നൽകി. ലിംഗസമത്വത്തിലേക്കുള്ള ചരിത്രപരമായ നീക്കത്തിൽ കുവൈറ്റ് പീനൽ കോഡിലെ 153 വകുപ്പ് ഔദ്യോഗികമായി റദ്ദാക്കി. വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീകളെ പുരുഷ ബന്ധുക്കൾ കൊലപ്പെടുത്തിയാൽ അവർക്ക് കുറഞ്ഞ ശിക്ഷ നൽകുന്ന നിയമത്തിനാണ് മാറ്റം വന്നത്. മറ്റൊരു പ്രധാന നിയമപരിഷ്കരണത്തിൽ ബാലവിവാഹം തടയുന്നതിനും അന്താരാഷ്ട്ര ബാലസംരക്ഷണ നിയമങ്ങളുമായി യോജിക്കുന്നതിനും പെൺകുട്ടികൾക്ക് വ്യക്തിപരമായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവസരം നൽകുന്നതിനും കുവൈറ്റ് നിയമപരമായ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായം 16 നിന്നും 18 ഉയർത്തി. കുവൈറ്റ് സിറ്റിയിൽ തുടർച്ചയായി 6 മാസം പ്രവർത്തിക്കാത്ത വാണിജ്യ ലൈസൻസുകൾ റദ്ദാക്കുന്നതിനുള്ള വ്യവസ്ഥ ചേർക്കാൻ വാണിജ്യ മന്ത്രാലയം പദ്ധതിയിടുന്നതായി പ്രാദേശിക റിപ്പോർട്ടുകൾ. തുടക്കം മുതൽ ഉപയോഗത്തിലില്ലാത്തതായ, ഒരു ജോലിയിലും ഏർപ്പെട്ടിട്ടില്ലാത്തതുമായ ധാരാളം ലൈസൻസുകൾ പരിഗണിച്ചതിനു ശേഷം ഈ നിയമം കർശനമായി നടപ്പിലാക്കുമെന്നും സ്രോതസ്സുകൾ സൂചിപ്പിച്ചു. റിപ്പോർട്ട് അനുസരിച്ച് നിലവിലുള്ള കമ്പനി നിയമത്തിൽ ഈ ആർട്ടിക്കിൾ അനുസരിച്ച് തുടർച്ചയായി 6 മാസത്തേക്ക് പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കുമെന്ന് ഇതിനകം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അബുദാബിയിലെ അൽ റീം ഐലൻഡിലെ റോഡ് താൽക്കാലികമായി അടച്ചു. അൽ റമീ സ്ട്രീറ്റാണ് മാർച്ച് 15 ശനിയാഴ്ച അടച്ചത്. ഏപ്രിൽ 30 ബുധനാഴ്ച വരെ റോഡ് അടച്ചിടുകയാണെന്ന് അബുദാബി ട്രാൻസ്പോർട്ട് അധികൃതർ അറിയിച്ചു. യാത്രക്കാർ ബദൽ റോഡുകളെ ആശ്രയിക്കണമെന്ന് അബുദാബി മൊബിലിറ്റി അറിയിച്ചിട്ടുണ്ട്. ഏതൊക്കെ റൂട്ടുകളാണ് മാർച്ച് 29 വരെ അടച്ചിടുകയെന്നും ഏതൊക്കെ റൂട്ടുകൾ ഏപ്രിൽ 30 വരെ അടച്ചിടുമെന്നുള്ളതിന്റെ ഫോട്ടോ ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്റർ പങ്കുവച്ചിട്ടുണ്ട്. ബഹ്റൈനിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിയായ മുഹമ്മദ് സയ്യിദാണ് മരിച്ചത്. കൊല്ലം മുഖത്തലയാണ് സ്വദേശം. ഇന്ത്യൻ സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ ദിവസം ഹിദ്ദിൽ വെച്ചാണ് അപകടമുണ്ടായത്. രാത്രിയിൽ പള്ളിയിൽ നിന്നും വീട്ടിലേക്ക് വരുമ്പോഴാണ് അപകടം. സൗദി മധ്യപ്രവിശ്യയിലെ വാദി ദവാസിറിൽ മരിച്ച തമിഴ്നാട് സ്വദേശി അപ്പാവു മോഹന്റെ മൃതദേഹം നാട്ടിലേക്കും കൊണ്ടുപോയി. 8 വർഷമായി വാദി ദവാസിറിൽ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 28 വാഹനം ഓടിച്ചുകൊണ്ടിരിക്കെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാരനെ അദ്ദേഹത്തിന്റെ ജോലിസ്ഥലത്ത് എത്തിച്ച് വാഹനത്തിൽ തന്നെ വിശ്രമിക്കുകയായിരുന്നു. പിന്നീടാണ് മരണം സംഭവിച്ചത്.